ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ ഒരു ആൻസിലറി പേപ്പറാണ് ജനറൽ എക്കണോമിക്സ്. അതിൽ 4ാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ തന്നെ നോട്ട്സ് ഉണ്ട്, സെക്കൻഡ് സെമ്മിൻ്റെ ഉണ്ട്. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ 4ാമത്തെ ബ്ലോക്കിൻ്റെ പേര് പബ്ലിക് എക്കണോമിക്സ് എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. അതിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ് ഫസ്റ്റിൽ പറയുന്നത്. മീനിങ് എന്താണെന്ന് നോക്കാം. പ്രവർത്തിക്കാൻ ഏതൊരു രാജ്യത്തിനും പ്രവർത്തിക്കാൻ എന്താണ്? പണം ആവശ്യമാണ്. നികുതി പിരിവിലൂടെയും നിക്ഷേപ വരുമാനത്തിലൂടെയും സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പണം സ്വരൂപിക്കുന്നുണ്ട്, സർക്കാർ അത് ചെലവഴിക്കുന്നുമുണ്ട്. മെഡിക്കൽ സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, പൊതുവിദ്യാഭ്യാസം, ജീവനക്കാർക്കുള്ള ശമ്പളം മുതലായ ചിലവുകൾ ആർക്കുണ്ട്? സർക്കാരിനുണ്ട്. എല്ലാ വരുമാനവും ചിലവും സർക്കാർ ശേഖരിക്കുകയോ നൽകുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനകാര്യം ഒരു പബ്ലിക് ഫിനാൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രധാന ഭാഗവും ആരാണ്? പൊതുജനങ്ങൾ സംഭാവന ചെയ്യുന്നതാണ്. ഓരോ ഘട്ടത്തിലും സംസ്ഥാന തലത്തിലായാലും കേന്ദ്ര തലത്തിലായാലും വരുമാനവും ചെലവും കൈകാര്യം ചെയ്യുന്നതിൽ പൊതുജനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പൊതുഫണ്ടിൻ്റെ കാര്യക്ഷമമായ വിനിയോഗം ഒരു പ്രധാന ഘടകമായതുകൊണ്ട് പൊതുധനകാര്യ മാനേജ്മെൻറ്റ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോടുള്ള ഗവൺമെൻറ് ബാധ്യതകൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നാണ് ഇതിലൂടെ നിരീക്ഷിക്കുന്നത്? പൊതു വരുമാനത്തിലൂടെ നിരീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ വരുമാനം, ബാധ്യതകൾ, ചെലവുകൾ എന്നിവയിൽ ശ്രദ്ധ പുലർത്തുന്നതിന് പൊതുധനകാര്യം ഉത്തരവാദിയാണ്. കൂടാതെ വിലസ്ഥിരത, സാമ്പത്തിക വളർച്ച, വരുമാനത്തിൻ്റെ കൂടുതൽ തുല്യമായ വിതരണം തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നടപ്പിലാക്കേണ്ട ധനനയങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഏത്? പൊതുധനകാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ്. പൊതുധനകാര്യത്തിൻ്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫസർ ഹഗ് ഡാൾട്ടൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് പൊതുധനകാര്യം പൊതു അധികാരികളുടെ വരുമാനവും ചെലവും കൂടാതെ ഒന്നിനു പിറകെ ഒന്നായി ക്രമീകരിക്കുന്നതുമായ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ആഡം സ്മിത്ത് പറയുന്ന അനുസരിച്ച് പൊതുധനകാര്യം എന്നത് രാഷ്ട്രത്തിൻ്റെ വരവിൻ്റെയും ചെലവിൻ്റെയും സ്വഭാവത്തെയും തത്വങ്ങളെയും കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. എന്നാൽ പ്രൊഫസർ റിച്ചാർഡ് ആർ മാസ്ഗ്രേവ് പറയുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സർക്കാരിൻ്റെ റവന്യൂ ചെലവ് പ്രക്രിയയെ കേന്ദ്രീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതയെ പൊതുധനകാര്യം എന്ന് വിളിക്കുന്നു എന്നാണ്. അതുപോലെ പ്രൊഫസർ പി ടൈലറുടെ നിർവചനം അനുസരിച്ച് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഒരു സംഘടിത ഗ്രൂപ്പിൽ പബ്ലിക് ഫിനാൻസ് പൊതുജനങ്ങളുടെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രാഷ്ട്രം അതിൻ്റെ ഘടകങ്ങളിലൂടെ ഗവൺമെൻറ് ആവശ്യമായ വിഭവങ്ങൾ സ്വരൂപിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് പബ്ലിക് ഫിനാൻസ്. ഹാർവി എസ് റോസൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് ഫിനാൻസ് പൊതുമേഖലാ സാമ്പത്തിക ശാസ്ത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നികുതി ചെലവ് പ്രവർത്തനങ്ങളിലും വിഭവങ്ങളുടെ വിനിയോഗത്തിലും വരുമാന വിതരണത്തിലും അവയുടെ സ്വാധീനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണെന്നാണ് റോസൻ പറയുന്നത്. ഇനി ഒരു നിർവചനം കൂടി. പ്രൊഫസർ ഓട്ടോ എക്സ്റ്റീലിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്, പൊതുധനകാര്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ബജറ്റുകളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനമാണ്. പ്രത്യേകിച്ചും പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ നേട്ടത്തിലെ സ്വാധീനം, അതായത് വളർച്ച, സ്ഥിരത, കാര്യക്ഷമത എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇതാണ് അദ്ദേഹം ഓട്ടോ എക്സ്റ്റീൽ പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ നിർവചനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ്. പൊതുധനകാര്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് കേന്ദ്ര, സംസ്ഥാന അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾ എങ്ങനെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്. പബ്ലിക് ഫിനാൻസ് ഫീൽഡ് പണം എങ്ങനെ ലഭിക്കുന്നു, അതെങ്ങനെ വിവിധ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്നിവ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ വ്യാപ്തിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ഹഗ് ഡാൾട്ടൻ്റെ അഭിപ്രായത്തിൽ പൊതുധനകാര്യത്തിന് 5 പ്രധാന വ്യാപ്തികളുണ്ട്. ആരുടെ അഭിപ്രായത്തിൽ? ഹഗ് ഡാൾട്ടൻ്റെ അഭിപ്രായത്തിൽ ധനകാര്യത്തിന് 5 പ്രധാന വ്യാപ്തികളുണ്ട്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, സാമ്പത്തിക ഭരണം, സാമ്പത്തിക സ്ഥിരത എന്നിവയാണവ. ഇനി നമുക്കതിൽ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് പറയാനുണ്ട്. ഒന്നാമത്തത് പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ പൊതുവരുമാനം. പൊതുവരുമാനം സർക്കാരിൻ്റെ വരുമാനമാണ്. അതായത് ഈ പൊതുവരുമാനം എന്ന് പറയുന്ന ഭാഗം പ്രധാനമായും വിവിധ സർക്കാർ വരുമാന സ്രോതസ്സുകളുടെ പരിശോധന, വരുമാനം നേടുന്നതിനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ, അവയുടെ ഗുണവും പോരായ്മകളും സമ്പദ് വ്യവസ്ഥയിൽ അവയുടെ അനന്തരഫലങ്ങളും വിശദീകരിക്കുന്ന ഒന്നാണ്.
ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞാൽ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചറാണല്ലേ, പൊതുച്ചെലവാണ്. എന്താ പൊതുച്ചെലവ് എന്നുള്ളത്? പൊതുച്ചെലവ് സ്വന്തം പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുടെ ചെലവ് പാറ്റേണുകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഈ ഭാഗം, അതായത് ഈ പൊതു ചെലവ് എന്ന ഭാഗം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് പൊതുചെലവുകളുടെ വർഗീകരണം, മാർഗനിർദ്ദേശ തത്വങ്ങൾ, അതുപോലെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ വശങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഇനി മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? പബ്ലിക് ഡെപ്റ്റാണ്, പൊതുകടം അല്ലേ. പൊതുകടം എന്നത് സർക്കാരുകളുടെയും അവരുടെ ഏജൻസികളുടെയും പൊതു അധികാരികളുടെ കടമാണ്. നിലവിലെ കാലത്ത് ജനസംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ കൂടുതലായി കടത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് പൊതുകടത്തെക്കുറിച്ചുള്ള പഠനം പൊതുധനകാര്യത്തിൻ്റെ ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വിഭാഗം പൊതുചെലവുകളെ സ്വാധീനിക്കുന്ന ചെലവുകളുടെ തരങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഘടകങ്ങൾ എന്നിവയാണ് പരിശോധിക്കുന്നത്. ഇനി നാലാമത് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ഭരണം, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ് അല്ലേ, അതിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. പൊതുധനകാര്യത്തിൻ്റെ സാമ്പത്തിക ഭരണം നിർണായകമായ ഒരു വിഷയമാണ്. പൊതു അധികാരികളുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ മാനേജ്മെൻറ്റാണ് ഇത് വിശദീകരിക്കുന്നത്. ഈ ഭാഗം ബജറ്റ് തയ്യാറാക്കൽ, സ്വീകരിക്കൽ, നടപ്പാക്കൽ എന്നിവയും അതുപോലെ തന്നെ ബജറ്റ് നയങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അന്തർ സർക്കാർ സാമ്പത്തിക ഇടപെടലുകളും ധനകാര്യ മാനേജ്മെൻറ്റും സാമ്പത്തിക ഉത്തരവാദിത്വവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ വ്യാപ്തിയിൽ വരുന്ന ഈ ഏരിയകളൊക്കെയാണ് അതിൽ വ്യക്തമാക്കുന്നത്. ഇനി അഞ്ചാമത് പറഞ്ഞത് എന്താണ്? സാമ്പത്തിക സ്ഥിരതയാണ്, എക്കണോമിക് സ്റ്റെബിലൈസേഷനാണ്. ഇന്ന് പൊതു ധനനയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ 2 മേഖലകൾ ഗണ്യമായ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിരതയും വളർച്ചയുമാണത്. ഒന്ന് സാമ്പത്തിക സ്ഥിരത, ഒന്ന് സാമ്പത്തിക വളർച്ച, അത് രണ്ടുമാണ് 2 ഘടകങ്ങൾ. ഈ വിഭാഗത്തിൽ, അതായത് ഈ സാമ്പത്തിക സ്ഥിരത എന്ന വിഭാഗത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ സർക്കാർ സ്വീകരിച്ച വിവിധ സാമ്പത്തിക നയങ്ങളും നടപടികളുമാണ് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. ഇനി നമുക്കിതിൽ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. പബ്ലിക് അവിടെ കഴിഞ്ഞു കേട്ടോ, രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതിൽ വരുന്നത്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ്, സ്വകാര്യ സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. സാമ്പത്തിക ആസൂത്രണവും മാനേജ്മെൻറ്റും പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും ചെറുകിട ബിസിനസ് ഫിനാൻസിങ്, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം തുടങ്ങിയവ സ്വകാര്യ ധനകാര്യത്തിൻ്റെ ചില പ്രധാന ഉദാഹരണങ്ങളാണ്. ഇനി മീനിങ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസാണ്, അതിൻ്റെ അർത്ഥം, സ്വകാര്യ ധനകാര്യത്തിൻ്റെ അർത്ഥം. പ്രൈവറ്റ് ഫിനാൻസ് വ്യക്തിഗത തലത്തിൽ സാമ്പത്തിക ആസൂത്രണവും മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യും. സ്വകാര്യ ധനകാര്യങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: വ്യക്തിഗത ധനകാര്യം, ബിസിനസ് ഫിനാൻസ് എന്നിങ്ങനെ. ഇതൊക്കെയാണ് വ്യക്തിഗത ധനകാര്യവും ബിസിനസ് ഫിനാൻസും അല്ലെങ്കിൽ ബിസിനസ് ധനകാര്യം എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലെന്താണ് നമ്മൾ ഒന്നാമത്തെ നോക്കുക? വ്യക്തിഗത ധനകാര്യങ്ങളിൽ പേഴ്സണൽ ഫിനാൻസ് എന്താണെന്ന് നോക്കുക. വ്യക്തികൾ, കുടുംബങ്ങൾ തുടങ്ങിയ വ്യക്തികൾ സാമ്പത്തിക സ്രോതസ്സുകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തിഗത ധനകാര്യം അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ്. വ്യക്തിഗത ധനകാര്യം അടിസ്ഥാനപരമായ വ്യക്തിഗത തരത്തിലുള്ള സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സേവിങ്സ് അക്കൗണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ, ഉപഭോക്തൃ വായ്പകൾ, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ, റിട്ടയർമെൻറ്റ് പ്ലാനുകൾ, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയെല്ലാം ഏതിനുദാഹരണങ്ങളാണ്? പേഴ്സണൽ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഫിനാൻസാണ് അല്ലേ. ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ധനകാര്യമാണ്. അതിൽ ബിസിനസ്സുകൾ അവരുടെ സാമ്പത്തികം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രക്രിയയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. തീരുമാനിച്ച ലക്ഷ്യങ്ങൾ പരമാവധി കൈവരിക്കുന്നതിന് ആസ്തികൾ ഏറ്റെടുക്കലും ഫണ്ടുകളുടെ ശരിയായ വിഹിതവുമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ബിസിനസ്സുകൾക്ക് 3 തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഫണ്ട് ആവശ്യമായി വരും. ഹ്രസ്വകാലം, ഇടത്തരം, ദീർഘകാലം എന്നീ 3 തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഫണ്ട് ആവശ്യമായിട്ട് വരും. ഇത്രയാണ് ആ 2 തരങ്ങൾ കേട്ടോ. ഇനി സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസാണ്. പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യത്തിൻ്റെ വ്യാപ്തി എങ്ങനെയാണ്? സ്വകാര്യ ധനകാര്യം പേഴ്സണൽ ഫിനാൻസ് എന്ന് അറിയപ്പെടുന്നത് വ്യക്തിഗത സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനും അവരുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സാമ്പത്തിക സ്രോതസ്സുകളുടെ മാനേജ്മെൻറ്റാണത് സൂചിപ്പിക്കുന്നത്. സ്വകാര്യ ധനകാര്യത്തിൻ്റെ വ്യാപ്തി വളരെ വിപുലമാണ്. സാമ്പത്തിക ആസൂത്രണം, മാനേജ്മെൻറ്റ് എന്നിവയുടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നുമാണ്. പ്രൈവറ്റ് ഫിനാൻസിൻ്റെ വ്യാപ്തിയുടെ വ്യത്യസ്ത മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സാമ്പത്തിക ലക്ഷ്യക്രമീകരണമാണ്, ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്. സാമ്പത്തിക ലക്ഷ്യ ക്രമീകരണം വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ചാണ് സ്വകാര്യ ധനകാര്യം ആരംഭിക്കുന്നത് തന്നെ. ഈ ലക്ഷ്യങ്ങൾ ഹ്രസ്വകാലത്തേതും ആകാം, അല്ലെങ്കിൽ ഇടത്തരമാവാം, അതും അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ളതും ആകാം.
ഈ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതും അവ നേടുന്നതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ മനസ്സിലാക്കുന്നതും അതിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടും. അപ്പോൾ അതാണ് എന്ത് ഫിനാൻഷ്യൽ ഗോൾ സെറ്റിങ്സ് അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യ ക്രമീകരണം. രണ്ടാമത്തെ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ്. സ്വകാര്യ ധനകാര്യത്തിൻ്റെ അടിസ്ഥാന വശമാണെന്ത് ബഡ്ജറ്റിംഗ്. വരുമാനത്തിനും ചെലവുകൾക്കുമായിട്ട് ഒരു പ്ലാൻ സൃഷ്ടിക്കുന്നതാണ് ഈ ബഡ്ജറ്റിങ്ങിൽ ഉൾപ്പെടുന്നത്. ചെലവുകൾ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഒരു മേഖല കൂടിയാണ് അതിൻ്റെ വ്യാപ്തിയിൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് വ്യക്തികളുടെ അവരുടെ പണമൊഴുക്ക് ട്രാക്ക് ചെയ്യാനും കടം നിയന്ത്രിക്കാനും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ലാഭിക്കാനും സഹായിക്കും. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാൽ പിന്നെ അതിനനുസരിച്ചല്ലേ നീക്കുള്ളൂ അല്ലേ. ഇനി മൂന്നാമത്തെ വ്യാപ്തിയിൽ വരുന്നതാണ് ഇൻകം മാനേജ്മെൻറ്റ്, വരുമാന മാനേജ്മെൻറ്റ്. ശമ്പളം, നിക്ഷേപം, വാടക വരുമാനം അല്ലെങ്കിൽ സൈഡ് ഡിഗുകൾ എന്നിവ പോലുള്ള വരുമാന സ്രോതസ്സുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് നിർണായകമായൊരു കാര്യമാണ്. പ്രൈവറ്റ് ഫിനാൻസ് കരിയർ വളർച്ച, നിക്ഷേപം, മറ്റ് മാർഗങ്ങൾ എന്നിവയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഉൾക്കൊള്ളും. ഇനി അതിൻ്റെ വ്യാപ്തിയിൽ വരുന്ന നാലാമത്തത് എക്സ്പെൻസ് മാനേജ്മെൻറ്റാണ്. ചെലവ് മാനേജ്മെൻറ്റ്, ചെലവ് ക്രമീകരണം. സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവുകൾ നിയന്ത്രിക്കുകയും മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിവേചനാധികാര ചെലവുകൾ കുറയ്ക്കാനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സാധാരണ ചെലവുകൾ മികച്ച രൂപത്തിലാക്കുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സ്വകാര്യ ധനകാര്യം ഉൾക്കൊള്ളുന്നത്. ഇനി അതിൻ്റെ വ്യാപ്തിയിൽ വരുന്ന അഞ്ചാമത്തെ കാര്യമാണ് കടം മാനേജ്മെൻറ്റ് ചെയ്യുക, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. പല വ്യക്തികൾക്കും വിദ്യാർത്ഥി വായ്പകൾ, അതുപോലെ തന്നെ ജാമ്യം, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ തുടങ്ങിയ കടങ്ങളുണ്ട്. ഉത്തരവാദിത്തമുള്ള കടം വാങ്ങൽ, ഏകീകരണം, തിരിച്ചടവ് പദ്ധതികൾ എന്നിവയിലൂടെ കടം കൈകാര്യം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ സ്വകാര്യ ധനകാര്യത്തിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ വ്യാപ്തി കഴിഞ്ഞ് 5 പോയിന്റുകളാണ് പ്രധാനമായിട്ട് അതിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ്. നമ്മൾ വീണ്ടും പബ്ലിക് ഫിനാൻസിലേക്ക് പോവുകയാണ്. പബ്ലിക് ഫിനാൻസിൻ്റെ പ്രാധാന്യം എന്താണ്? ഗവൺമെൻറ്റുകൾ എങ്ങനെ പണം സ്വരൂപിക്കുന്നു, ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും എന്ത് സ്വാധീനം ചെലുത്തുന്നുവെന്ന് പരിശോധിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണെന്ത് പൊതുധനകാര്യം എന്നുള്ളത്. ദേശീയ, സംസ്ഥാന, പ്രാദേശിക ഗവൺമെൻറ്റുകൾ പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ടയറുകൾ അല്ലെങ്കിൽ മുഴുവൻ സംവിധാനങ്ങളും സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ എങ്ങനെ വിതരണം ചെയ്യുന്നുവെന്നും അതിനുള്ള ധനസഹായം എങ്ങനെ കണ്ടെത്തുന്നുവെന്നുമാണ് അതിൽ പരിശോധിക്കുന്നത്. പബ്ലിക് ഫിനാൻസിൽ പരിശോധിക്കുന്നത്. പബ്ലിക് ഫിനാൻസ് വഴി വിപണിയിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രതികൂല ഫലങ്ങളെ ചെറുക്കാനോ കുറയ്ക്കാനോ ആർക്ക് കഴിയും? സർക്കാരുകൾക്ക് കഴിയും. പബ്ലിക് ഫിനാൻസിൻ്റെ പാർശ്വഫലങ്ങളാണ് ബാഹ്യഘടകങ്ങൾ. മലിനീകരണം കുറയ്ക്കുന്നതിന് റീസൈക്ലിംഗ് സംരംഭങ്ങൾ സർക്കാരിന് നടപ്പിലാക്കാം. അതുപോലെ മലിനീകരണം പരിമിതപ്പെടുത്തുന്നതിന് നിയമനിർമ്മാണം നടത്താം. അല്ലെങ്കിൽ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഫീസോ നികുതിയോ ഒക്കെ ഈടാക്കുകയും ചെയ്യാം. പൊതുധനം ഉപയോഗിച്ച് ഗവൺമെൻറ്റുകൾക്ക് പണം പുനർവിതരണം ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ സമ്പന്നരായ പൗരന്മാർക്ക് നികുതി ചുമത്താനും സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിന് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാനും സർക്കാരിന് കഴിയും. സമ്പന്നരുടെയും ദരിദ്രരുടെയും വരുമാനം സന്തുലിതമാക്കുന്നതിന് ധനകാര്യത്തിൽ നിരവധി പ്രോഗ്രാമുകൾ ലഭ്യമാണ്. സാമൂഹിക സുരക്ഷാക്ഷേമം, അതുപോലെ മറ്റ് സാമൂഹിക പരിപാടികൾ എന്നിവ അത്തരം പരിപാടികൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയവും പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യവും മഹാമാന്ദ്യത്തിന് ശേഷം കൂടുതൽ വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സമ്പൂർണ്ണ തൊഴിൽ അല്ലെങ്കിൽ പൂർണ്ണമായ വിനിയോഗം, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, വിലസ്ഥിരത, സാമ്പത്തിക വികസനം തുടങ്ങിയ മാക്രോ എക്കണോമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പബ്ലിക് ഫിനാൻസ് മുഖേനയുള്ള ഗവൺമെൻറ്റിൻ്റെ പരമോന്നത പങ്കിന് ഓരോ രാഷ്ട്രവും പ്രാധാന്യം നൽകുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചപ്പോൾ അതിനൊപ്പം പബ്ലിക് ഫിനാൻസ് വികസിച്ചു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കുതിച്ചുചാട്ടം, വിഷാദം തുടങ്ങിയ സാമ്പത്തിക ചാഞ്ചാട്ടങ്ങൾ നിയന്ത്രിക്കുക, സാമ്പത്തിക സ്ഥിരത നിലനിർത്തുക എന്നിവയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ചിലത്. പൊതുഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ പബ്ലിക് ഫിനാൻസ് എന്നും നമുക്ക് വിളിക്കാം. പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പൊതുധനകാര്യ മാനേജ്മെൻറ്റ് എന്നതാണ് അതിൻ്റെ വിശാലമായൊരു ആശയം. രാജ്യത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കാൻ ശരിയായ ആസൂത്രണം, വിഭവ വിഹിതം, പ്രതികൂല സാഹചര്യങ്ങളുടെ നിയന്ത്രണം എന്നിവ അത്യാവശ്യമാണ്. ഇത് ചെയ്യുന്നതിന് സാമ്പത്തിക ധനനയങ്ങൾ, ബജറ്റുകൾ, മറ്റുപകരണങ്ങൾ എന്നിവ സൃഷ്ടിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് എന്നത് പണം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. ഉചിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിർത്തുക, ദേശീയ സമ്പദ് വ്യവസ്ഥ ഉയർത്തുക,
തൊഴിലില്ലായ്മ കുറയ്ക്കുക, സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്തംഭനങ്ങൾ കൈകാര്യം ചെയ്യുക, രാജ്യത്തിൻ്റെ ശുചിത്വവും വൃത്തിയും ശ്രദ്ധിക്കുക, നികുതി പിരിവ് വിശകലനം ചെയ്യുക, നികുതി ഭാരം വളരെ കൂടുതലല്ല എന്ന് ഉറപ്പുവരുത്തുക, നികുതി ചുമത്തുന്ന നടപ്പിലാക്കൽ എങ്ങനെയൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. ഇതൊക്കെ ആരുടെ ചുമതലയിൽ വരുന്നുണ്ട്? പൊതുധനകാര്യത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നുണ്ട്. പൊതുജനങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പൊതുധനകാര്യത്തിൻ്റെ ഉത്തരവാദിത്തം. ഇത്രയാണ് അതിൻ്റെ പ്രാധാന്യത്തിൽ വരുന്നത് കേട്ടോ. ഇനി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. അതായത് പൊതുധനകാര്യവും സ്വകാര്യ ധനകാര്യവും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളുമാണ്. ആദ്യം നമുക്ക് സിമിലാരിറ്റീസ് പറയാം, സാമ്യതകൾ പറയാം. ഒന്നാമത്തത് അതിൻ്റെ ലക്ഷ്യങ്ങളിലാണ്. പബ്ലിക് ഫിനാൻസിൻ്റെയും പ്രൈവറ്റ് ഫിനാൻസിൻ്റെയും പ്രാഥമിക ലക്ഷ്യം മനുഷ്യരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾസാണ് രണ്ടാമത്തെ സാമ്യതയിൽ വരുന്ന തത്വങ്ങൾ. സാമൂഹിക ആനുകൂല്യങ്ങൾ പരമാവധിയാക്കുക എന്നതാണ് ഗവൺമെൻറ് അതിൻ്റെ പണം ചെലവഴിക്കുന്നതിനുള്ള മാർഗത്തിൻ്റെ നിർദ്ദേശ തത്വം. വ്യക്തികൾ അവരുടെ ലഭ്യമായ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ സംതൃപ്തിയുടെ പരമാവധി തത്വം പാലിക്കുന്നു. ഇനി സ്കേഴ്സിറ്റിയാണ് മൂന്നാമത്തത്, ദൗർലഭ്യമാണ്. അതായത് രണ്ടും സാമ്പത്തിക തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും പബ്ലിക് ഫിനാൻസ് ആയാലും. അതായത് ബദൽ ഉപയോഗങ്ങളുള്ള അപൂർവമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരിധിയില്ലാത്ത ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ് രണ്ടും ശ്രമിക്കുന്നത്. ഇനി നാലാമത്തത് ഇൻകം എക്സ്പെൻഡിച്ചർ ആൻഡ് ബോറോയിങ് ആണ്. വരുമാനം, ചെലവ്, കടം വാങ്ങൽ. അതുമായി ബന്ധപ്പെട്ട സാമ്യതയാണ്. സർക്കാരിൻ്റെയും വ്യക്തിയുടെയും വിഭവങ്ങളോ വരുമാനമോ എന്താണ്? പരിമിതമാണ്. അപ്പോൾ കുറവുണ്ടായാൽ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? വായ്പ എടുക്കും, കടമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. തിരിച്ചടക്കാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരുമാണ്. അതൊക്കെയാണ് സാമ്യതകളിൽ വരുന്നത്. ഇനി പോളിസീസാണ്, പിന്നെ നയങ്ങളിലുള്ള സാമ്യതകളാണ്. രണ്ട് തരത്തിലുള്ള ധനകാര്യങ്ങൾക്കും മാർഗനിർദ്ദേശ തത്വം യുക്തിസഹമാണ്. വ്യക്തിഗത ആനുകൂല്യങ്ങളും സാമൂഹിക ആനുകൂല്യങ്ങളും അനുബന്ധ ചെലവുകളിലൂടെ പരമാവധി വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് യുക്തിബോധം ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് സിമിലാരിറ്റീസിൽ അല്ലെങ്കിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. ഇനി ഒന്നുകൂടിയുണ്ട് സിമിലാരിറ്റീസിൽ. അഡ്മിനിസ്ട്രേഷനാണ്, ഭരണമാണ്. സ്വകാര്യ പൊതുമേഖലകളിൽ നടപ്പിലാക്കുന്ന നടപടികളുടെ ഫലപ്രാപ്തിയും വിജയവും ഭരണ സംവിധാനം നിർണ്ണയിക്കും. ഭരണ സംവിധാനം കാര്യക്ഷമമല്ലാത്തതും അഴിമതി നിറഞ്ഞതുമാണെങ്കിൽ നഷ്ടം സംഭവിക്കും. അത് രണ്ടിനും ഉണ്ടാവും അല്ലേ? അതായത് ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലയിൽ ആളുകൾ നടപ്പിലാക്കുന്നിടത്തുള്ള പിഴവുകൾ സംഭവിച്ചാൽ അതിൽ നഷ്ടം ഉണ്ടാകും, സർക്കാരിനാണെങ്കിലും നഷ്ടം ഉണ്ടാകും. ഇനി അതിൻ്റെ ഡിസിമിലാരിറ്റീസാണ്, വ്യത്യാസങ്ങളാണ്. നോക്കുക, മീനിങ്ങിലാണൊന്ന് വ്യത്യാസമുള്ളത്. സ്വകാര്യ ധനകാര്യം എന്നത് വ്യക്തി, ഗാർഹിക, ബിസിനസ് സ്ഥാപനങ്ങളുടെ വരുമാനം, ചെലവുകൾ, കടമെടുക്കൽ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ പബ്ലിക് ഫിനാൻസിലാണെങ്കിലോ സമ്പദ് വ്യവസ്ഥയുടെയോ സർക്കാരിൻ്റെയോ വരുമാനം, ചെലവുകൾ, കടമെടുപ്പ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഒബ്ജക്റ്റീവിലാണ് രണ്ടാമത്തെ വ്യത്യാസം കിടക്കുന്നത്. പ്രൈവറ്റ് ഫിനാൻസ് സ്വകാര്യ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനോ ലാഭം വർദ്ധിപ്പിക്കുന്നതിനോ ശ്രമിക്കും. എന്നാൽ പൊതുധനകാര്യം എന്താണ്? സമൂഹത്തിന് പരമാവധി സാമൂഹിക നേട്ടം ഉണ്ടാക്കാനോ പൊതുജനക്ഷേമം പ്രോത്സാഹിപ്പിക്കുവാനോ ആണ് ശ്രമിക്കുന്നത്. മൂന്നാമത്തത് ഇൻകം എക്സ്പെൻഡിച്ചർ ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റാണ്. വരവ് ചെലവ് ക്രമീകരണത്തിലുള്ള ഡിസിമിലാരിറ്റീസാണ്, വ്യത്യാസമാണ്. അതായത് വ്യക്തികൾ അവരുടെ വരുമാനത്തിനനുസരിച്ച് അവരുടെ ചെലവുകൾ ക്രമീകരിക്കും. വിവിധ വിഭാഗങ്ങളുടെ ചെലവിൻ്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി സർക്കാർ വരുമാനം ക്രമീകരിക്കും. ഇപ്പോൾ വ്യക്തികൾക്കാണെങ്കിൽ ചെയ്യാൻ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കാൻ സാധിക്കാതെ ഏത് സ്വകാര്യ സ്ഥാപനത്തിനും അതിനനുസരിച്ച് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും. അപ്പോൾ ചില ആഗ്രഹങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ സർക്കാരിന് എന്താണ്? ക്ഷേമവും വളർച്ചയും പരിഗണിക്കുന്നത് കൊണ്ട് ചിലവുകൾ മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ഇനി മാഗ്നിറ്റ്യൂഡാണ്, വലിപ്പത്തിലുള്ള ഡിസിമിലാരിറ്റീസാണ്. കുടുംബങ്ങൾക്ക് ബിസിനസ്സുകൾക്കും ലഭ്യമായ വിഭവങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റുകളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ബജറ്റ് വലിപ്പത്തിൽ ചെറുതായിരിക്കും. ഇനി അഞ്ചാമത്തത് നേച്ചർ ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. സാമ്പത്തിക ഇടപാടിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യക്തിഗത സാമ്പത്തിക ഇടപാടുകൾ രഹസ്യമായി സൂക്ഷിക്കും. പൊതുധനകാര്യ ഇടപാടുകൾ എല്ലാവർക്കും തുറന്നതും സുതാര്യവുമാണ്. ഓരോ ബജറ്റ് തീരുമാനവും പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് നിർബന്ധവുമാണ്. ഇനി ആറാമത്തെ വ്യത്യാസം വരുന്നത് റവന്യൂ സോഴ്സിലാണ്, വരുമാന സ്രോതസ്സിലാണ്. സ്വകാര്യ സാമ്പത്തിക യൂണിറ്റുകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ആസ്തികൾ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കും. അവരുടെ വരുമാന സ്രോതസ്സുകൾ ശമ്പളം, കൂലി, പലിശ, വാടക, ഇടപാട് ലാഭം എന്നിവയൊക്കെയാണ്. എന്നാൽ നികുതികളും നികുതിയേതര വരുമാനവുമാണ് സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകൾ. നികുതികൾ, ഫീസ്, പിഴകൾ എന്നിവയുടെ കാര്യത്തിൽ നിർബന്ധ ഘടകമുണ്ടതാണ്. ഇനി ഏഴാമത്തത് ബോറോയിങ് സോഴ്സാണ്, കടമെടുക്കുന്ന ഉറവിടങ്ങളാണ്. അതിൻ്റെ കാര്യത്തിലാണ് ഇനി വ്യത്യാസങ്ങളുള്ളത്. സ്വകാര്യ സാമ്പത്തിക യൂണിറ്റുകൾക്ക് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പണമിടപാടുകാർ തുടങ്ങിയ അനൗപചാരിക സ്രോതസ്സുകളിൽ നിന്നും, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഔപചാരിക സ്രോതസ്സുകളിൽ നിന്നും പണമെടുക്കാം
അല്ലേ, വായ്പ എടുക്കാം. പൊതുജനങ്ങൾ, കേന്ദ്ര ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നാണ് പൊതുധനകാര്യ മേഖല വായ്പകളോ കടമൊക്കെ എടുക്കുന്നത്. ഇനി മറ്റൊരു വ്യത്യാസം വരുന്നത്, എട്ടാമതൊരു വ്യത്യാസം വരുന്നത് ടൈം ഡൈമെൻഷൻസിലാണ്, സമയമാനങ്ങളിലാണ്. സ്വകാര്യ സാമ്പത്തിക യൂണിറ്റുകൾ, പ്രത്യേകിച്ച് കുടുംബങ്ങൾ, പ്രാഥമികമായും നിലവിലുള്ളതും അടിയന്തരവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ശ്രമിക്കുന്നത്. പൊതു അധികാരികളുടെ കാര്യത്തിൽ ഊന്നൽ നൽകുന്നത് വർത്തമാന കാലത്തെ കാര്യങ്ങൾക്കും ഭാവി കാര്യങ്ങൾക്കുമാണ്. ഇനി ഒൻപതാമത്തെ വ്യത്യാസം വരുന്നത് അസസ്മെൻറ്റ് ഓഫ് ഔട്ട്കംസ് ആണ്, ഫലങ്ങളുടെ വിലയിരുത്തലിലാണ്. പൊതു സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലത്തേക്കാൾ സ്വകാര്യ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലം അളക്കാനും വിലയിരുത്താനും വളരെ എളുപ്പമാണ്. എന്നാൽ സ്വകാര്യ സാമ്പത്തിക യൂണിറ്റുകളുടെ കാര്യത്തിൽ ചില അല്ലെങ്കിൽ ബിസിനസ് ലാഭവും കാർഷിക ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലൂടെ അത് അളക്കാൻ കഴിയും. പൊതുധനകാര്യത്തിൽ വിവിധ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ഫലം അളക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. സാമൂഹ്യക്ഷേമം, സാമ്പത്തിക വളർച്ച, സുരക്ഷ, ഉൽപ്പാദനക്ഷമത എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി പത്താമത്തെ വ്യത്യാസം വരുന്നത് നേച്ചർ ഓഫ് ബഡ്ജറ്റാണ്, ബജറ്റിൻ്റെ സ്വഭാവത്തിലാണ്. സ്വകാര്യ സാമ്പത്തിക യൂണിറ്റ് ബജറ്റ് മെച്ചത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. സർക്കാർ ബജറ്റുകളുടെ കാര്യത്തിൽ അത് ശരിയാവില്ല. അതിവേഗം വളരുകയും വികസിക്കുകയും ചെയ്യേണ്ട രാജ്യങ്ങളിൽ ബജറ്റ് കമ്മി പിന്തുടരണം. എന്നാൽ ദീർഘകാല മിച്ച ബജറ്റ് സൂചിപ്പിക്കുന്നത് സർക്കാർ അതിൻ്റെ ചില ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടാം എന്നാണ്. ഇനി 11ാമതൊരു വ്യത്യാസം വരുന്നത് റൈറ്റ് ടു പ്രിൻ്റ് ആണ്. അതായത് റൈറ്റ് ടു പ്രിൻ്റ് കറൻസി അടിച്ചിറക്കുന്നതിനുള്ള അവകാശത്തിലാണ്. വ്യക്തികൾക്ക് പണം അടിച്ചിറക്കാനുള്ള അവകാശമില്ല. സർക്കാരിന് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അതത് സെൻട്രൽ ബാങ്കുകൾ വഴി ആവശ്യമെങ്കിൽ നോട്ടുകൾ അടിച്ചിറക്കാനും കഴിയും. 12ാമത്തെ വ്യത്യാസം വരുന്നത് ഇഫക്റ്റ് ഓൺ ഇക്കണോമിയാണ്, സമ്പദ് വ്യവസ്ഥയുടെ സ്വാധീനത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയ സ്വാധീനമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പൊതുധനകാര്യത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. പബ്ലിക് ഫിനാൻസ് സാമൂഹിക ആനുകൂല്യങ്ങളോ ക്ഷേമമോ പരമാവധിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം സ്വകാര്യ ധനകാര്യ വ്യക്തികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ലാഭമുണ്ടാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പബ്ലിക് ഫിനാൻസ് പൗരന്മാർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്നു. അതേസമയം സ്വകാര്യ ധനകാര്യ ഉടമകൾക്കോ ഓഹരി ഉടമകൾക്കോ വ്യക്തികൾക്കോ നേട്ടമുണ്ടാക്കുന്നു. സ്വകാര്യ ധനകാര്യം വ്യക്തികളെ ചില ചെലവുകൾ മാറ്റിവെക്കാനോ ഒഴിവാക്കാനോ അനുവദിക്കും. അതേസമയം പ്രതിരോധം, കൃഷി, ഗവേഷണം, പൊതുഭരണം തുടങ്ങിയ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ പൊതുധനകാര്യത്തിന് കഴിയില്ല. വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദൗർലഭ്യം, കടമെടുക്കൽ, അതുപോലെ തന്നെ ആവശ്യമുള്ള വരുമാനം, മുൻഗണന എന്നിങ്ങനെയുള്ള പൊതു സവിശേഷതകൾ രണ്ട് മേഖലകളും പങ്കിടുന്നുണ്ട്. രണ്ടും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് കൂടാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല. ഇത്രയാണ് നമ്മളുടെ നാലാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന പാഠഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളോട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. Explain the meaning and scope of public finance. Explain the meaning and scope of private finance. Compare and contrast public finance and private finance. എന്ന് പറഞ്ഞാൽ പൊതുധനകാര്യവും സ്വകാര്യ ധനകാര്യവും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും എഴുതാനാണ് കേട്ടോ. പിന്നെ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൻ്റെ പ്രാധാന്യം വിലയിരുത്തുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത യൂണിറ്റുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. എക്സാമിന് ഉപകരിക്കുന്ന വിധത്തിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.